എക്സാമിന് ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതായത് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ വരുന്നതാണ് നമ്മുടെ ആക്റ്റിൻ ഉണ്ട്, അതുപോലെ തന്നെ മയോസിൻ ഉണ്ട്. സോ ആക്റ്റിൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെയിൻ ആയിട്ട് കാണുന്നത് ആരൊക്കെയാണ്? 2 എഫ് ആക്റ്റിനുകൾ ഉണ്ടായിരിക്കും, ദെൻ 2 ട്രോപ്പോമയോസിൻ ഉണ്ടായിരിക്കും, ദെൻ 3 സബ് യൂണിറ്റ് ആയിട്ട് കാണുന്ന പ്രോട്ടീൻ ആണ് ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തിൻ മയോഫിലമെന്റിന്റെ സ്ട്രക്ചർ. ഇനി അതേപോലെ തന്നെ നമ്മുടെ തിക്ക് മയോഫിലമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് മയോസിൻ. സോ മയോസിൻ ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ മോണോമർ ആണ് മെറോമയോസിൻ എന്ന് പറയുന്നത്. സോ മെറോമയോസിൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഹെഡ് ഉണ്ടായിരിക്കും, ദെൻ അവർക്ക് ഒരു ഷോർട്ട് ആം ഉണ്ടായിരിക്കും, ദെൻ ടെയിൽ ഉണ്ടായിരിക്കും. സോ ഈ ഒരു ഹെഡിനെയും ഷോർട്ട് ആമിനെയും ചേർത്ത് നമുക്ക് എന്ത് പറയാം? ക്രോസ് ആം എന്ന് പറയാം. അതാണ് ഹെവി മെറോമയോസിൻ അല്ലെങ്കിൽ HMM എന്ന് പറയുന്നത്. ഇനി ടെയിൽ റീജിയനെ നമ്മൾ എന്ത് പറയും? LMM അല്ലെങ്കിൽ ലൈറ്റ് മെറോമയോസിൻ എന്ന് പറയും. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ എക്സാം ഇന്ററിന്റെ +1 ചാനൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ബയോളജിയിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു ഷോർട്സ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.